ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഡിജിറ്റ് സം എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഓക്കെ, നമുക്ക് മാത്സിലെ പല പ്രോബ്ലംസിൻ്റെയും ഫൈനൽ കാൽക്കുലേഷൻസ് ഓപ്ഷൻ വെച്ചിട്ട് പെട്ടെന്ന് നമ്മുടെ ആൻസറിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഡിജിറ്റ് സം മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. എങ്ങനെ അഡീഷൻ അഥവാ കൂട്ടൽ, സബ്ട്രാക്ഷൻ കുറയ്ക്കൽ, എങ്ങനെ നമുക്ക് ഈ ഡിജിറ്റ് സം മെത്തേഡ് അപ്ലൈ ചെയ്യാമെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഡിജിറ്റ് സം മെത്തേഡ്. എന്താണ് ഡിജിറ്റ് സം? ഒരു സംഖ്യയുടെ അക്കങ്ങൾ കൂട്ടുന്നതിനെയാണ് ഡിജിറ്റ് സം എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ പറയാം, ഒരു സംഖ്യ 87 എന്ന സംഖ്യ, ഇതിൻ്റെ ഡിജിറ്റ് സം എത്രയാണെന്ന് ചോദിച്ചാൽ, എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ചെയ്യേണ്ടത് ഇവിടെ അക്കങ്ങൾ, ഡിജിറ്റുകൾ തമ്മിൽ പരസ്പരം കൂട്ടുക. ഇവിടെ നോക്കാം, 8 + 7 എന്ന് പറയുന്നത് 15 ആണ് ഇതിൻ്റെ ഡിജിറ്റ് സം എന്ന് പറയാം. പക്ഷേ നമ്മൾ 15 നിർത്തില്ല, വീണ്ടും 15 ഡിജിറ്റ് സം ചെയ്യും. ഏറ്റവും ഷോർട്ടസ്റ്റ് സിംഗിൾ ഡിജിറ്റ് അല്ലേ, ഒറ്റക്ക സംഖ്യയാക്കി നമ്മൾ മാറ്റും. അപ്പോൾ 87 ഡിജിറ്റ് സം പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടും. ഓക്കെ, എന്താ ചെയ്തത്? 8 + 7 15 എന്ന് കിട്ടും. ആ 15 വീണ്ടും ഡിജിറ്റ് സം അപ്ലൈ ചെയ്തു. 1 + 5 6 എന്നുള്ള ഫൈനൽ ഷോർട്ടസ്റ്റ് ഡിജിറ്റ് സമ്മിലേക്ക് നമ്മൾ എത്തിക്കും. ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ ഡിജിറ്റ് സം കാണുക. ഓക്കെ, നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 3 5 7 9 8 1. ഓക്കെ, ഈ സംഖ്യയുടെ ഡിജിറ്റ് സം കാണാൻ ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്? സംഖ്യയുടെ അക്കങ്ങൾ നമ്മൾ കൂട്ടുക അല്ലേ. 3 + 5 8, 8ഉം 7ഉം 15, 15ഉം 9ഉം 24, 24ഉം 1ഉം 25, 25ഉം 8ഉം 33. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 33 എന്ന് കിട്ടി. പക്ഷേ 33 ഇതിൻ്റെ എടുക്കേണ്ടത്? അല്ല, വീണ്ടും ഇതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോമിലേക്ക് മാറ്റുക. 3 + 3 6 എന്ന ഡിജിറ്റ് സം കിട്ടി. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 7 9 8 4 3 2 1. ഡിജിറ്റ് സം എടുത്ത് നോക്കാം. ആദ്യം അക്കം നമ്മൾ കൂട്ടുക. 7ഉം 9ഉം 16, 16ഉം 8ഉം 24, 24ഉം 4ഉം 28, 28ഉം 3ഉം 31, 31ഉം 2ഉം 33, 33ഉം 1ഉം 34 എന്ന് കിട്ടും. ഓക്കെ, 34ൻ്റെ ഡിജിറ്റ് സം എത്രയാണ്? 3 + 4 7 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഇവിടെയുള്ള ഓരോ അക്കങ്ങളും തമ്മിൽ കൂട്ടുകയാണ് ചെയ്തത് അല്ലേ. ആദ്യം 7ഉം 9ഉം കൂട്ടി 16, 16ഉം 8ഉം 24, 24ഉം 4ഉം 28, 28ഉം 3ഉം 31, 31ഉം 2ഉം 33, 33ഉം 1ഉം 34 എന്ന് കിട്ടി. അതിനെ വീണ്ടും നമ്മൾ ഡിജിറ്റ് സം ചെയ്ത് ഏറ്റവും സിംഗിൾ ഡിജിറ്റ് അല്ലേ, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിജിറ്റ് സമ്മായ 7 കിട്ടി. ഇങ്ങനെയാണ് ഒരു സംഖ്യയുടെ ഡിജിറ്റ് സം നമ്മൾ കാണുക. ഓക്കെ, ഇത് എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെ എല്ലാ സംഖ്യയും എപ്പോഴും ഇങ്ങനെ കൂട്ടാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അതിന് വേറൊരു കൺസെപ്റ്റും കൂടെയുണ്ട്, നമുക്കത് നോക്കാം. അതിനു മുമ്പ് ഈ ഡിജിറ്റ് സം മെത്തേഡ് എന്താണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏതിലൊക്കെ അപ്ലൈ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ഇതെന്ന് പറയുന്നത് ഡിജിറ്റ് സം മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ക്വിക്ക് കാൽക്കുലേഷൻ മെത്തേഡ് അല്ല. നമ്മുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യാനുള്ള ഒരു ഫോം അല്ലേ, ഒരു ഓപ്ഷൻ മാത്രമാണ് ഈ ഡിജിറ്റ് സം മെത്തേഡ് എന്ന് യൂസ് ചെയ്യുക. എല്ലാ പ്രോബ്ലത്തിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓപ്ഷൻസിൻ്റെ ഡിജിറ്റ് സം സെയിം ആയിട്ട് വരുന്ന കേസസും ഉണ്ടാവും. അവിടെ നമുക്ക് ഈ ഡിജിറ്റ് സം മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കുക. ഡിജിറ്റ് സം മെത്തേഡ് നമുക്ക് പേഴ്സൻറ്റേജിലും അതേപോലെ തന്നെ ഡെസിമൽ, ദശാംശ സംഖ്യകൾ അല്ലേ, പോയിൻ്റ് വരുന്ന സംഖ്യകളിലും പേഴ്സൻറ്റേജ് അഥവാ ശതമാനത്തിലെല്ലാം നമുക്ക് ഡിജിറ്റ് സം മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിജിറ്റ് സം മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഓഫ് അഡീഷൻ അല്ലേ, കൂട്ടൽ, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ, കുറയ്ക്കൽ, മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം ആൻഡ് ഡിവിഷൻ അല്ലേ, ഹരണം, എല്ലാത്തിലും നമുക്ക് ഈ ഡിജിറ്റ് സം മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ മെയിനായിട്ട് ഡിജിറ്റ് സം മെത്തേഡ് പഠിക്കുമ്പോൾ നമുക്കിതിൽ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമെന്ന് പറയുന്നത്, നമുക്ക് നോക്കാം. ഒരു സംഖ്യ അതിൻ്റെ കൂടെ 9 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതേ സംഖ്യ തന്നെ കിട്ടും എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളുടെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. കാരണം നമുക്ക് ഒരു സംഖ്യയുടെ, ഒരു നമ്പറിൻ്റെ ഡിജിറ്റ് സം കാണുമ്പോൾ 9 വന്നു കഴിഞ്ഞാൽ നോക്കുക, ഒരു ഏത് സംഖ്യയുടെ കൂടെയും 9 കൂട്ടിക്കഴിഞ്ഞാൽ
ഫൈനൽ ഡിജിറ്റ് സം എന്ന് പറയുന്നത് അതേ സംഖ്യ തന്നെ കിട്ടും. ഇവിടെ ആദ്യത്തെ എക്സാമ്പിൾ 1 + 9 നമുക്കറിയാം 10 ആണ്. 10 നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഡിജിറ്റ് സം ചെയ്യുമ്പോൾ 1 തന്നെ കിട്ടും അല്ലേ. അപ്പോൾ 1ൻ്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 1 തന്നെ കിട്ടി. അടുത്ത് നോക്കാം, 2 + 9 എന്ന് പറയുമ്പോൾ എന്താണ്, 11 ആണ് അല്ലേ. 11, ആ 11നെ വീണ്ടും ഡിജിറ്റ് സം ചെയ്തപ്പോൾ എന്തെന്നെ കിട്ടി, 2 തന്നെ കിട്ടി. അപ്പോൾ 2ൻ്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 2 തന്നെ കിട്ടി. ഇനി നോക്കാം, 3ൻ്റെ കൂടെ 9 കൂട്ടിയാൽ 12. 12 എന്ന് വെച്ചാൽ അതിൻ്റെ ഡിജിറ്റ് സം എത്രയാണ്, 3. 3ൻ്റെ കൂടെ 9 കൂട്ടിയപ്പോൾ 3 തന്നെ കിട്ടി. അതായത് ഏത് സംഖ്യയുടെ കൂടെ 9 കൂട്ടിയാലും അതേ സംഖ്യ തന്നെ കിട്ടും അല്ലേ. ഏത് സംഖ്യയുടെ കൂടെ 9 കൂട്ടിയാലും അതേ സംഖ്യ തന്നെ കിട്ടും. അപ്പോൾ നമുക്കറിയാം 0 എന്ന സംഖ്യയുടെ കൂടെ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് അതേ സംഖ്യ കിട്ടുക അല്ലേ. 0 എന്ന സംഖ്യയുടെ കൂടെ ഒരു സംഖ്യ കൂട്ടുമ്പോഴാണ് നമുക്ക് അതേ സംഖ്യ കിട്ടുക. ഇവിടെ 0-നോട് 7 കൂട്ടിയപ്പോൾ 7 തന്നെ കിട്ടി. 0-നോട് 3 കൂട്ടിയപ്പോൾ 3 തന്നെ കിട്ടി. അപ്പോൾ ഡിജിറ്റ് സം മെത്തേഡിൽ ഇതേ കൺസെപ്റ്റ് തന്നെയാണല്ലോ നമ്മൾ യൂസ് ചെയ്യുക. 9ൻ്റെ കൂടെ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ അതേ സംഖ്യ കിട്ടും അല്ലേ. 9ൻ്റെ കൂടെ ഒരു സംഖ്യ കൂട്ടിക്കഴിഞ്ഞാൽ അതേ സംഖ്യ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റ് സം മെത്തേഡിൽ 9 വരുന്ന കേസെല്ലാം നമ്മൾ എന്താക്കിയെടുക്കും, 0 ആക്കിയെടുക്കും. അപ്പോൾ നമ്മൾ 9നെ എന്തിന് തുല്യമാക്കി മാറ്റും, 0ന് തുല്യമാക്കി മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റ് സം മെത്തേഡ് എന്നുള്ള കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 9 വന്നു കഴിഞ്ഞാൽ 9 ഡയറക്റ്റ് വരണമെന്നില്ല. കൂട്ടിയാൽ 9 കിട്ടുന്ന കേസസ് ഉണ്ടോ നോക്കുക, അതിനെല്ലാം നമുക്ക് 0 ആക്കി എടുക്കാം. കൂട്ടിയാൽ 9 കിട്ടുന്ന കേസസ് എങ്ങനെ പറയാം, 8ഉം 1ഉം അല്ലേ. കൂട്ടിയാൽ എത്ര വരും, 9 വരും. അതേപോലെ 7ഉം 2ഉം കൂട്ടിയാൽ എന്ത് വരും, 9 വരും. അതേപോലെ 6ഉം 3ഉം കൂട്ടിയാലും 9 വരും അല്ലേ. 5ഉം 4ഉം കൂട്ടിയാലും 9 വരും. ഇങ്ങനെ കൂട്ടിയാൽ 9 കിട്ടുന്ന കേസെല്ലാം നമുക്ക് 0 ആക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ മാത്രമാണ് പറ്റുക, അല്ല. നോക്കുക, 7 + 1 + 1 ഇതും എന്തിൻ്റെയാണ്, 9 തന്നെയാണ് അല്ലേ. 2 അല്ലേ 5 + 2 ഇതും എന്തുതന്നെയാണ്, 9 തന്നെയാണ്. അപ്പോൾ കൂട്ടിയാൽ 9 വരുന്ന അല്ലേ, എങ്ങനെ കൂട്ടിയാലും 9 വരുന്ന കേസിലെല്ലാം നമ്മൾ എന്താക്കി മാറ്റും, 0 എന്നുള്ള കൺസെപ്റ്റ് ആക്കി എടുക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ 9നെ 0 ആക്കി എടുത്തിട്ടാണ് ഡിജിറ്റ് സം മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എന്തിനാണ് 9നെ 0 ആക്കി എടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഒരു സംഖ്യയുടെ ഡിജിറ്റ് സം വളരെ ഫാസ്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് യൂസ്ഫുള്ളായി തോന്നുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയാം, 9, 2, 7, 5, 4, 1 ഒരു വലിയ സംഖ്യയാണുണ്ട്. ഇതിൻ്റെ ഡിജിറ്റ് സം കാണാൻ ചോദിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ പറഞ്ഞു 9 വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ 0 ആക്കി കണക്കാക്കുന്നു പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ 9 എല്ലാം നമുക്ക് 0 ആക്കി എടുക്കാം. അതായത് 9 എല്ലാം ക്യാൻസൽ ചെയ്ത് കളയാം. 9 പോയി. ഇവിടെ നോക്കുക, 2ഉം 7ഉം 9 പോയി. 5ഉം 4ഉം 9 ആണ്, അതും പോയി. ബാക്കിയുള്ള എത്രയാണ്, 1 ആണ്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡിജിറ്റ് സം, ഇത്രയും വലിയ സംഖ്യയുടെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് 1 എന്ന് വളരെ ഫാസ്റ്റായിട്ട് കിട്ടും. 9 വന്നു കഴിഞ്ഞാൽ അത് 0 ആക്കി എടുക്കുക. അത് കൂട്ടിയാൽ 9 കിട്ടുന്ന സംഖ്യ ആണെങ്കിലും ശരി, അതിനെ നമ്മൾ 0 ആക്കി എടുക്കും. ബാക്കി മിച്ചമുള്ള സംഖ്യയായിരിക്കും നമ്മുടെ ഡിജിറ്റ് സം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ നോക്കിയില്ലേ. അപ്പോൾ ഇതിൻ്റെ ഡിജിറ്റ് സം നോക്കിയാൽ എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ കൂട്ടിയാൽ 9 കിട്ടുന്നതെല്ലാം നമുക്ക് പെട്ടെന്ന് കട്ട് കളയാം. 9 പോയി. 7ഉം 2ഉം 9 പോയി. 8ഉം 1ഉം 9 പോയി. ബാക്കിയുള്ള എത്രയാണ്, 4 + 3 7 ആണ്. നമുക്കിവിടെ 7 കിട്ടിയത്. ഓക്കെ. അപ്പോൾ ഏത് വലിയ സംഖ്യനെയും നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പെട്ടെന്ന് അതിൻ്റെ ഡിജിറ്റ് സം കാണാൻ പറ്റും. കൂട്ടിയാൽ 9 വരുന്ന സംഖ്യകളെല്ലാം ക്യാൻസൽ ചെയ്യാം. ഡയറക്റ്റ് 9 വന്നാലും ക്യാൻസൽ ചെയ്യാം. ഓക്കെ. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡിജിറ്റ് സം മെത്തേഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഡിജിറ്റ് സം മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള LHS = RHS എന്നുള്ള ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. എന്താണ് LHS = RHS? അതായത് നമ്മുടെ പ്രോബ്ലം അതേപോലെ തന്നെ നമ്മുടെ ആൻസർ രണ്ടിൻ്റെയും ഡിജിറ്റ് സം സെയിം ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഡിജിറ്റ് സം എന്നുള്ളൊരു കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ 12 + 13 = 25 ആണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ നമ്മുടെ ചോദ്യം 12 + 13 ആണ്, നമ്മുടെ ഉത്തരം 25 ആണ്. രണ്ടിൻ്റെയും ഡിജിറ്റ് സം സെയിം ആണോ നോക്കാം. ആദ്യം 12ൻ്റെ ഡിജിറ്റ് സം എത്ര വരും, 1 + 2 3 കിട്ടും അല്ലേ. അതേപോലെ 13ൻ്റെ ഡിജിറ്റ് സം എത്രയാണ്, 1 + 3 4 കിട്ടും.
അപ്പോൾ 12 + 13 എന്ന് പറയുമ്പോൾ എത്ര വരും? 12ൻ്റെ ഡിജിസമായ 3ഉം 13ൻ്റെ ഡിജിസമായ 4ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര വരിക? 7 വരും. ഇനി നമ്മുടെ ആൻസർ നോക്കിയേ, 25 നമ്മുടെ ആൻസർ അല്ലേ? 25 എന്ന് പറഞ്ഞാൽ 2 + 5 അതിൻ്റെയും ഡിജിസം എന്ന് തന്നെയാണ് 7 തന്നെയാണ്. അപ്പോൾ നമുക്ക് പറയാം 12 + 13ൻ്റെ ശരിയായ ഉത്തരം എന്ന് പറയുന്നത്, അതായത് ശരിയായ ആൻസർ എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഓപ്ഷനിൽ 25 ഉണ്ടാവും, 24, 23, 22 എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ എല്ലാം നമ്മൾ ഡിജിസം നോക്കും. അപ്പോൾ ഏതിൻ്റെ ഡിജിസമാണ് അതിൻ്റെ ചോദ്യത്തിലുള്ള ഡിജിസമായിട്ട് സെയിം ആയിട്ട് വരുന്നത്, അതായിരിക്കും നമ്മുടെ ആൻസർ. ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഡിജിസം മെത്തേഡിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ ജസ്റ്റ് അടുത്തൊന്ന് പറഞ്ഞേ, ഇവിടെ നോക്കാം. 14 എന്ന് പറയുമ്പോൾ ഡിജിസം എത്ര വരും? 5 എന്ന് വരും. ഇവിടെ നോക്കുക, 8 + 1 9 ആണ് അല്ലേ? ഇവിടെ 4, 1, 5. നമ്മൾ പറഞ്ഞു 9 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 0 ആക്കി എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് 5 + 9നെ 9 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഫൈനൽ ഡിജിസം എത്രയാണ്? 5 ആണ്. ഇനി നമ്മുടെ ആൻസറിൻ്റെ ഡിജിസം നോക്കിയേ, എത്ര വരും? 3 + 2 ആണ് ആൻസറിൻ്റെ 5. അപ്പോൾ നമ്മുടെ LHS = RHS എന്ന് കിട്ടി. അതായത് ചോദ്യത്തിൻ്റെ ഡിജിസമും നമ്മുടെ ആൻസറിൻ്റെ ഡിജിസമും സെയിം ആണെന്ന് കിട്ടി. അതുപോലെ അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇതൊന്ന് പറഞ്ഞേ. ഫസ്റ്റ് 9 കിട്ടുന്ന ടേംസ് ഏതെങ്കിലും ഉണ്ടോ നോക്കാം. ഇതിലില്ലേ 5ഉം 2ഉം 7ഉം 2ഉം 9 അല്ലേ? അപ്പോൾ ബാക്കി ഇവിടെ ഉള്ളത് എത്രയാണ്? 1 ആണ്. പ്ലസ് ഇനി നോക്കാം, 7ഉം 2ഉം 9 പോയി, ബാക്കിയുള്ളത് 3ഉം 1ഉം 4 ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഡിജിസം 5 എന്ന് കിട്ടി. = ഇനി ആൻസറിൻ്റെ ഡിജിസം 5 ആണെന്ന് നോക്കാം. ആദ്യം 9 വരുന്നുണ്ടോ നോക്കാം. 6, 3, 9 പോയി, ബാക്കിയുള്ളത് 2, 3 ആണ്. 2 + 3 എത്രയാണ്? 5 തന്നെയാണ് അല്ലേ? അപ്പോൾ LHS = RHS എന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. ആദ്യം 9 വരുന്ന ഏതെങ്കിലും ഉണ്ടോ നോക്കാം. 7ഉം 2ഉം 9 ഉണ്ട്, 3ഉം 6ഉം 9 ഉണ്ട്. ഇവിടെ നോക്കാം. അടുത്തത് 1, 3, 7, 8 ആണ് വരുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡിജിസം 8 എന്ന് കിട്ടി. പ്ലസ് ഇനി അടുത്ത് നോക്കാം. 5, 3ഉം 8, 1ഉം 9 വരുന്നുണ്ട് അല്ലേ? ഇനി ഏതെങ്കിലും 9 ഉണ്ടോ? ഇല്ല അല്ലേ? ഓക്കെ, 6, 5ഉം 11, 11ഉം 2ഉം 13 എന്ന് പറയുമ്പോൾ 4 എന്ന് കിട്ടും. 8 + 4 12 എന്ന് പറഞ്ഞാൽ ഡിജിസം 3 എന്ന് കിട്ടും. ഇനി നമ്മുടെ ഉത്തരം ആൻസറിൻ്റെ ഡിജിസം 3 ആണോ ചെക്ക് ചെയ്യാം. ആദ്യം 9 വരുന്നതെല്ലാം ക്യാൻസൽ ചെയ്യാം. 8ഉം 1ഉം 9 പോയി. ഇനി ഏതെങ്കിലും 9 ഉണ്ടോ? 6ഉം 2ഉം 8, 1, 9 പോയി. ബാക്കിയുള്ളത് 4ഉം 8ഉം ആണ്. 4 + 8 എന്ന് പറഞ്ഞാൽ 18 അല്ല, 4 + 8 എന്ന് പറഞ്ഞാൽ 12. 12 എന്ന് പറയുമ്പോൾ ഡിജിസം 3 അല്ലേ? നമുക്ക് ചോദ്യത്തിൻ്റെയും ആൻസറിൻ്റെയും ഡിജിസം 3 എന്ന് കിട്ടി. നമുക്ക് നോക്കാം. ഇനി ഇത് വെച്ചുള്ള കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് 926 + 498 അല്ലേ? കുറച്ച് നമ്പറിൻ്റെ അഡീഷൻ തന്നിട്ടുണ്ട്. കുറച്ച് ഓപ്ഷൻ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നമുക്ക് ഡിജിസം വെച്ച് ചെയ്ത് നോക്കാം. ആദ്യം ചെയ്യേണ്ടത് 9 ഏതെങ്കിലും ഉണ്ടാവും നോക്കുക. കൂട്ടിയാൽ 9 എടുത്ത സംഖ്യയിൽ ഏതെങ്കിലും ഉണ്ടാവും നോക്കുക. അതെല്ലാം 0 ആക്കി എടുക്കുക അല്ലേ? ക്യാൻസൽ ചെയ്യാം. ഇവിടെ നോക്കുക, 9 ഡയറക്റ്റ് ഉണ്ട്, ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 2ഉം 6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിജിസം 8. ഇവിടെ പ്ലസ് അല്ലേ? 9 പോയി, ബാക്കി 4ഉം 8ഉം 12 ആണ്. 12 എന്ന് പറയുമ്പോൾ ഡിജിസം 3 പ്ലസ്. അടുത്ത് നോക്കി, 5, 4, 9 പോയി, ബാക്കിയുള്ളത് 6 + 2 8 ആണ്. പ്ലസ് ഇവിടെ നോക്കുക, 9ൻ്റെ ഒന്നുമില്ല, 3, 2, 5 ഒന്നും 6 ആണ്. പ്ലസ് അടുത്ത് നോക്കി, 5, 4ഉം 9 പോയി, ബാക്കിയുള്ളത് 2 ആണ് അല്ലേ? ഇനി വീണ്ടും ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യുക. കൂട്ടിയാൽ 9 കിട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. 3ഉം 6ഉം 9 ആണ്, ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് 8 + 8 16, 16ഉം 2ഉം 18. 18 എന്ന് പറയുമ്പോൾ ഡിജിസം എത്ര വരും? 9 വരും. ഇനി നോക്കുക, ഓപ്ഷനിൽ ഏതിൻ്റെ ഡിജിസമാണ് 9 വരിക നോക്കുക. അതായിരിക്കും നമ്മുടെ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ 6ഉം 3ഉം 9 പോയി, പിന്നെയുള്ളത് 1ഉം 7ഉം ആണ്. 8 ആണ് ആദ്യത്തെ ഓപ്ഷൻ്റെ ഡിജിസം. നമുക്ക് വേണ്ടത് 9 ആണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ അല്ല. ഇനി അടുത്ത് രണ്ടാമത് നോക്കാം. ഇവിടെ ഡിജിസം നോക്കുക, 6ഉം 1ഉം 7, 7ഉം 7ഉം 14, 14 1ഉം 15. 15 പറയുമ്പോൾ ഡിജിസം എത്ര വരും? 6 എന്ന് വരും. നമുക്ക് വേണ്ടത് 9 ആണ്. സോ ഓപ്ഷൻ ബിയും അല്ല നമ്മുടെ ആൻസർ. അടുത്ത ഓപ്ഷൻ നോക്കാം, 6ഉം 4ഉം 10, 17, 17ഉം 1ഉം 18. 18 എന്ന് പറയുമ്പോൾ ഡിജിസം 9. നമുക്ക് വേണ്ടതും 9 തന്നെയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി 64, 17. ഇനി ഓപ്ഷൻ ഡി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 6ഉം 2ഉം 8, 8 1 9 പോയി, ബാക്കിയുള്ളത് 7 ആണ് അല്ലേ? നമുക്ക് വേണ്ടത് 9 ആയിരുന്നു. സോ ഓപ്ഷൻ ഡിയും അല്ല നമ്മുടെ ആൻസർ.
നമ്മുടെ ആൻസർ ചോദ്യത്തിൻ്റെ ഡിജിസം 9, അതേപോലെ ആൻസറിൻ്റെ ഡിജിസം 9 കിട്ടുന്ന ഏതാ നോക്കി, അതായിരിക്കും നമ്മുടെ ആൻസർ. ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക, നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം സെയിം ഓപ്ഷൻസ്, സെയിം ഡിജിസം വരുന്ന ഓപ്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ നമുക്ക് ഈ ഡിജിസം മെത്തേഡ് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ ഒരു കാര്യം കൂടെ മനസ്സിൽ വയ്ക്കുക. പക്ഷേ എക്സാമിന് ഏകദേശം ഒരു 70 to 80% പ്രോബ്ലംസും നമുക്ക് ഡിജിസം മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെയായിരിക്കും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ആയിട്ട് മാത്രം എക്സാമിന് ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യാം. നമുക്ക് കുറച്ച് എക്സാമ്പിളോട് നോക്കാം. അടുത്ത പ്രോബ്ലം നമ്മൾ പറഞ്ഞു ദശാംശ സംഖ്യ, അതായത് ഡെസിമൽ വാല്യൂസിലും ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അല്ലേ. നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഇവിടെ നോക്കുക, 0.123 3 2 5 1 6 ഇതിൻ്റെ ഡിജിസം. പ്ലസ് അടുത്ത് നോക്കി 4 5 9 പോയി, ബാക്കിയുള്ളത് 1 + 2 3 പ്ലസ് അടുത്ത് 9 പോയി. ഇനി ഏതെങ്കിലും 9 ടേംസ് ഉണ്ടോ നോക്കാം. 9 ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പോൾ ബാക്കിയുള്ളത് കൂട്ടാം. 8 2 10 10 16 16 7 23 23 5 28 28 എന്ന് പറയുമ്പോൾ 2 + 8 അല്ലേ 10 ആണ്. 10 എന്ന് പറയുമ്പോൾ ഡിജിസം 1 നീട്ടി. അപ്പോൾ അടുത്ത് ഇതിൻ്റെ ഡിജിസം 1 നീട്ടി. പ്ലസ് ഇനി അടുത്ത് നോക്കാം, 4 5 9 പോയി, 3 6 9 പോയി, ബാക്കിയുള്ളത് 2 + 1 3 പ്ലസ് അടുത്ത് നോക്കി 4 5 9 പോയി, 9 പോയി, പിന്നെ 6 7 13 13 8 21 21 എന്ന് പറയുമ്പോൾ ഡിജിസം എത്ര വരും? 3 എന്ന് വരും. ഡിജിസം 3 എന്ന് കിട്ടും അല്ലേ. ഓക്കെ, ഇനി വീണ്ടും ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യാം. 6 3 9 പോയി, ബാക്കിയുള്ളത് 3 6 7. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൻ്റെ ഡിജിസം നമുക്ക് 7 നീട്ടി. ഇനി ആൻസറിൽ ഏതിൻ്റെ ഡിജിസമാണ് 7 കിട്ടുക നോക്കുക, അതായിരിക്കും നമ്മുടെ ആൻസർ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, 8 1 8 അല്ലേ 9 പോയി. അതേപോലെ ഇവിടെയും 8 1 9 ഉണ്ട്, അത് പോയി. 4 5 9 ഉണ്ട്, അത് പോയി. ഇടയിൽ പോയിൻ്റൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിലുള്ള ഡിജിറ്റുകളുടെ സം മാത്രം കണ്ടുകൊണ്ട് പോവാം. ഓക്കെ, ഇനി ഏതെങ്കിലും 9 ഉണ്ടോ? ഇല്ല. ബാക്കിയുള്ള കൂട്ടി നോക്കാം. 6 7 13 13 6 19 19 8 27 27 എന്ന് പറയുമ്പോൾ ഡിജിസം എത്ര വരും? 2 + 7 9 എന്ന് വരും അല്ലേ. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. 8 1 9 പോയി, 8 1 9 പോയി, 5 4 9 പോയി. ഇനി ഏതെങ്കിലും ഉണ്ടോ? ഇല്ല. 6 4 10 18 18 5 18 7 25 എന്ന് പറയുമ്പോൾ ഡിജിസം 7. നമുക്ക് വേണ്ട എത്ര തന്നെയാണ്? 7 തന്നെയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഡിജിസം മെത്തേഡ് വളരെ ഈസി ആയിട്ട് പല പ്രോബ്ലംസും പല കാൽക്കുലേഷൻസും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത പ്രോബ്ലം നോക്കാം. ഓക്കെ, ആദ്യം എന്ന് പറഞ്ഞേ 36 47 3 6 9 പോയി, ബാക്കിയുള്ളത് 4 7 11 11 പറയുമ്പോൾ ഡിജിസം 2 പ്ലസ് ഇവിടെ 9 പോയി, 8 8 16 16 4 20 എന്ന് പറയുമ്പോൾ ഡിജിസം 2 പ്ലസ് അടുത്ത് നോക്കി 2 1 3 2 5 പ്ലസ് അടുത്ത് നോക്കി 5 1 6 6 12 എന്ന് പറയുമ്പോൾ 3 എന്ന് വരും. ഓക്കെ, ഇനി വീണ്ടും നോക്കി 5 2 7 2 9 പോയി, ബാക്കിയുള്ളത് നമുക്ക് ഫൈനൽ ഡിജിസം 3 എന്ന് കിട്ടി. നമ്മുടെ ചോദ്യത്തിൻ്റെ ഫൈനൽ ഡിജിസം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 3 എന്ന് കിട്ടി. ഡിജിസമ്മിനെ ഷോർട്ടായിട്ട് DS എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഓപ്ഷനിൽ ഏതിൻ്റെ ഡിജിസമാണ് 3 കിട്ടും നോക്കാം. ഫസ്റ്റ് 8 1 9 പോയി, ബാക്കിയുള്ളത് 3 അല്ലേ. നമുക്ക് വേണ്ടതും 3 തന്നെയാണ്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. ജസ്റ്റ് ബാക്കിയുള്ളത് നോക്കി നോക്കാം. 8 1 9 പോയി, ബാക്കിയുള്ളത് 5 ഇവിടെ 9 പോയി, ബാക്കിയുള്ളത് 2 ഇവിടെ 9 പോയി, ബാക്കിയുള്ളത് 4 നമുക്ക് വേണ്ട ഡിജിസം എത്രയാണ്? 3 സോ ഓപ്ഷൻ എ ആണ് ഡിജിസം 3 കിട്ടുന്നത്. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ എ. അടുത്ത പ്രോബ്ലം നോക്കാം. ഇവിടെ നോക്കുക, 5 10 15 20 4 × 5 20 എന്ന് പറയുമ്പോൾ ഡിജിസം 2 പ്ലസ് ഇവിടെ 3 × 5 3 പ്രാവശ്യം അല്ലേ 15 എന്ന് പറയുമ്പോൾ ഡിജിസം 1 + 5 6 പ്ലസ് ഇവിടെ 35 പറയുമ്പോൾ 8. ഇനി നോക്കുക, 2 + 6 8 8 8 16 16 പറയുമ്പോൾ ഡിജിസം 7. ഇനി ഓപ്ഷൻ എന്റെ ഡിജിസമാണ് 7 വരിക നോക്കാം. ആദ്യത്തെ 6 അല്ലേ ഇവിടെ നോക്കാം, 5 3 പ്രാവശ്യമുണ്ട് 15 15 6 21 21 പറയുമ്പോൾ ഡിജിസം 3 സോ അതല്ല നമ്മുടെ ആൻസർ. നമുക്ക് വേണ്ട 7 അല്ലേ.
അടുത്ത് നോക്കാം 5 4 9 പോയി, ബാക്കിയുള്ളത് 6 + 1 7. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി. എല്ലാവരും ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് 7 2 9 പോയി, പിന്നെ ഉള്ളത് 1 + 3 4 ഇവിടെ 9 പോയി. ഇനി ഏതെങ്കിലും 9 ഉണ്ടോ ഇവിടെ? ഇല്ല. നോക്കാം. അപ്പോൾ 8 2 10 15 15 6 21 21 പറയുമ്പോൾ ഡിജിസം 2 + 1 3 നീട്ടി അല്ലേ. പ്ലസ് ഇവിടെ 8 1 9 പോയി, 9 പോയി, 7 2 9 പോയി, ബാക്കിയുള്ളത് 3 3 പ്ലസ് ഇവിടെ എല്ലാം 9. അപ്പോൾ ഇനി നമുക്ക് 0 ആക്കി എടുക്കാം അല്ലേ. 0 ആക്കി എടുക്കാം, അല്ലെങ്കിൽ 9 തന്നെ എഴുതിക്കോളും. പ്ലസ് ഇവിടെ നോക്കാം 4 + 3 7 2 9 പോയി, ബാക്കിയുള്ളത് 1. ഇനി വീണ്ടും ഡിജിസം അപ്ലൈ ചെയ്യാം. 9 കളയാം അല്ലേ. ഇനി ആഡ് ചെയ്യാം. 4 3 7 7 3 10 1 11 11 പറയുമ്പോൾ ഡിജിസം 2 നീട്ടി. ഇനി ഓപ്ഷനിൽ ഇതിൻ്റെ 2 കിട്ടുക നോക്കാം. ആദ്യം ഇവിടെയൊക്കെ നോക്കി 9 എല്ലാം പോയി, 7 2 9 പോയി, 5 2 7 2 9 പോയി, ബാക്കിയുള്ളത് 1 അല്ലേ. നമുക്ക് വേണ്ട 2. സോ ഓപ്ഷൻ എ അല്ല. അടുത്ത് നോക്കി 1 8 9 പോയി, 7 2 9 പോയി, 5 2 7 2 9 പോയി, ഇതും 1 കിട്ടിയത്. അപ്പോൾ ഇതുമല്ല. അടുത്ത് നോക്കി 9 പോയി, 7 2 9 പോയി, 5 2 7 2 9 പോയി, ബാക്കിയുള്ളത് 1 + 1 2. നമുക്ക് വേണ്ടതും 2 തന്നെയാണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റ് അടുത്തും കൂടെ നോക്കാം. 7 2 9 അല്ലേ. ഇത് അടുത്ത് നോക്കി 7 2 9 7 1 8 1 9 അല്ലേ. അപ്പോൾ എല്ലാം പോയി, ഇതിൻ്റെ ഡിജിസം 9 നീട്ടി. നമുക്ക് വേണ്ട 2. സോ ഓപ്ഷൻ സി ആണ് ഡിജിസം 2 കിട്ടുന്നത്. അടുത്ത പ്രോബ്ലം ഇവിടെ നോക്കാം. ഇതൊരു കാര്യം ശ്രദ്ധിച്ചേ, ഒരു എക്സെപ്ഷണൽ കേസാണ്. ഞാൻ നിങ്ങൾക്കത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോബ്ലം എടുത്തത്. ഇതിൻ്റെ ഓപ്ഷൻ എല്ലാം നോക്കിയേ. 8 1 9 6 2 8 1 9. ഇവിടെ നോക്കിയേ 6 4 10 16 17 18 18 പറയുമ്പോൾ ഡിജിസം 9. ഇവിടെ നോക്കിയേ 6 3 9 7 2 9 അല്ലേ. 6 3 9 6 2 8 9. എല്ലാത്തിനെയും ഡിജിസം എത്രയാണ്? 9 തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? ഓപ്ഷൻ്റെ ഡിജിസം എല്ലാം സെയിം ആണ്, 9 അല്ലേ. അപ്പോൾ അതിൽ നമുക്ക് ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഡിജിസം മെത്തേഡ് നോട്ട് അപ്ലിക്കബിൾ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസും ഉണ്ടാവും. സെയിം ഓപ്ഷൻ വരുന്ന പ്രോബ്ലംസും ഉണ്ടാവും. 4 ഓപ്ഷൻ സെയിം ഡിജിസം വരണമെന്നില്ല. ചിലപ്പോൾ 1 2 ഓപ്ഷൻസ് സെയിം ഡിജിസം വരും. അപ്പോഴും നമുക്ക് ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറ്റുന്ന കേസസ് ഉണ്ട്. അതിൽ നമ്മളവിടെ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റിൻ്റെ കൺസെപ്റ്റും കൂടെ എടുക്കും. എന്നിട്ട് നമ്മൾ ഡിജിസം മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന അങ്ങനത്തെ കേസും ഉണ്ട്. അത് നമുക്ക് വേറെ ക്ലാസ്സിലെല്ലാം പഠിക്കാം. മറ്റൊരു എക്സാമ്പിളോടെ നോക്കാം. ഇവിടെ 5 4 9 പോയി, ബാക്കിയുള്ളത് 6 + 2 8 പ്ലസ് അടുത്തത് 9 പോയി, ബാക്കിയുള്ളത് 3 1 4 പ്ലസ് ഇവിടെ 5 4 9 പോയി, ബാക്കിയുള്ളത് 8 + 2 10 10 എന്ന് പറയുമ്പോൾ 1 + 0 1 എന്ന് വരും. പ്ലസ് ഇവിടെ നോക്കി 6 3 9 പോയി, ബാക്കിയുള്ളത് 2 4 6 പ്ലസ് ഇവിടെ നോക്കി 7 2 9 പോയി, ബാക്കിയുള്ളത് 4 + 3 7 പ്ലസ് അടുത്ത് 5 6 7 8 പ്ലസ് അടുത്ത് 9 9 പോയി, ബാക്കിയുള്ളത് 2 പ്ലസ് ഇവിടെ നോക്കി 7 3 10 15 എന്ന് പറയുമ്പോൾ 6. ഓക്കെ. ഇനി വീണ്ടും ഇതിൽ ഡിജിസം അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ക്യാൻസൽ ചെയ്യേണ്ടോ നോക്കുക, അത് ക്യാൻസൽ ചെയ്യാം. 8 1 9 പോയി. ഇനി 9ൻ്റെ ഏതെങ്കിലും ഉണ്ടോ നോക്കിയേ. 9ൻ്റെ ഇല്ല തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആഡ് ചെയ്യാം. 4 6 10 17 17 8 25 25 7 സോറി 25 2 27 27 പറഞ്ഞാൽ എത്രയാണ്? 9 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത്രയും 9 പോയി, ബാക്കിയുള്ള എത്രയാണ്? 6 മാത്രമാണ്. ഓക്കെ. ഇപ്പോൾ ഡിജിസം 6 നീട്ടി. ഇനി ഓപ്ഷൻ്റെ ഏത് ഡിജിസമാണ് 6 കിട്ടുക നോക്കുക, അതായിരിക്കും നമ്മുടെ ആൻസർ. 9 9 പോയി, 5 4 9 പോയി, ബാക്കിയുള്ള 2. ഇതിൻ്റെ ഡിജിസം 2. നമുക്ക് വേണ്ടത് 6. സോ ഓപ്ഷൻ എ അല്ല. അടുത്ത് നോക്കി 9 പോയി, 4 5 9, ബാക്കിയുള്ള 8 2 10 എന്ന് പറയുമ്പോൾ ഡിജിസം 1. സോ അതുമല്ല. അടുത്ത് നോക്കി 9 9 പോയി, 5 5 10 16 എന്ന് പറയുമ്പോൾ ഡിജിസം 7 വരും. നമുക്ക് വേണ്ടത് 6. സോ ഓപ്ഷൻ സിയും അല്ല. അടുത്ത് ഡി ആയിരിക്കും നമ്മുടെ ആൻസർ. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 9 9 പോയി അല്ലേ. 4 5 9 പോയി, ബാക്കിയുള്ളത് 6. നമുക്ക് വേണ്ടതും 6 തന്നെയാണ്. സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ.
ഓക്കെ, എല്ലാവരും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു.